സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVMലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്ക് ആദ്യം പറയുന്നു. കാരണം ഞങ്ങൾക്ക് വെള്ളിയാഴ്ച തീരുമാനമായി 30 നോമ്പും പൂർത്തീകരിച്ച് വെള്ളിയാഴ്ചയാണ് ഞങ്ങൾക്ക് ചെറിയ പെരുന്നാൾ. ഗൾഫ് രാജ്യങ്ങളിലെല്ലാം, ഞങ്ങൾ സൗദി അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിലെല്ലാം വെള്ളിയാഴ്ച പെരുന്നാളായിട്ട് പ്രഖ്യാപിച്ചു. കാരണം 30 നോമ്പ് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ അതിൽ സംശയമൊന്നുമില്ല ആർക്കും. എന്തായാലും ഇന്ന് പിന്നെ എല്ലാവർക്കും ഒരു ഇതായിരുന്നു, വ്യാഴാഴ്ച പെരുന്നാളാവും പെരുന്നാളാണ്. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു വെള്ളിയാഴ്ചയാണ് പെരുന്നാൾ. 30 നോമ്പ് പൂർത്തീകരിക്കണം, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു തൃപ്തി ഉണ്ടാവുള്ളൂ. അപ്പോൾ 29 ദിവസം നോമ്പ് പിടിച്ചാലും പടച്ച തമ്പുരാൻ നിശ്ചയിക്കുന്നത് പോലെ തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും ആഗ്രഹം ഉണ്ടായിരുന്നു, പ്രാർത്ഥിക്കുകയുണ്ടായിരുന്നു ഞാൻ പ്രത്യേകമായിട്ട്, 30 നോമ്പ് കിട്ടണേ ഈ മാസം എന്ന്. ഏതായാലും ശരി, പടച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് 30 നോമ്പും പൂർത്തീകരിക്കാൻ ഞങ്ങൾ കഴിയുകയാണ്. അപ്പോൾ നാളെ 30 നോമ്പ്, വെള്ളിയാഴ്ചയാണ് പെരുന്നാൾ. അപ്പോൾ എല്ലാവരും, അപ്പോൾ നാട്ടിൽ ഇനി വെള്ളിയാഴ്ചയാണോ ശനിയാഴ്ചയാണോ അറിഞ്ഞുകൂടുക. ശനിയാഴ്ച ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് 30 നോമ്പ് പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ. എന്തായാലും ഞങ്ങൾക്ക് 30 നോമ്പ് പടച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ വേണ്ടതെന്ന് പറഞ്ഞാൽ പെരുന്നാൾ ആഘോഷിക്കുകയല്ല നമ്മൾ വേണ്ടത്. നമുക്ക് ആഘോഷങ്ങളൊന്നും അങ്ങനെ വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ പാടില്ല. കുടുംബങ്ങളെല്ലാം ഒത്തുചേരണം, ബന്ധുക്കൾ ഒത്തുചേരണം, എല്ലാവരും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കണം, പുതുവസ്ത്രങ്ങൾ അണിയണം, പള്ളിയിൽ പോകണം, നമസ്കരിക്കണം, ഇബാദത്ത് ചെയ്യണം, മനുഷ്യർക്ക് നന്മ ചെയ്യണം, ഹൃദയശുദ്ധി വരുത്തണം. അപ്പോൾ 30 ദിവസം നമ്മൾ വ്രതമനുഷ്ഠിച്ച് ആർക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ ത്യാഗങ്ങളും, എല്ലാ നന്മകളും, എല്ലാ സൽപ്രവൃത്തികളും നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിന് വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് അതിനുള്ള ആരോഗ്യവും, നമുക്ക് അതിനുള്ള ആയുസ്സും, അതിനുള്ള സൗകര്യങ്ങളും, അതിന് കഴിക്കാനുള്ള ആഹാരവും അതും ഇതും എല്ലാം നമുക്ക് ആരാണ് തരുന്നത്? പടച്ച തമ്പുരാൻ തന്നെയാണ് തരുന്നത്. നമുക്ക് ജോലിയായാലും കൂലിയായാലും എന്തായാലും ശരി, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ ദൈവം തമ്പുരാൻ നമ്മളെ ചിലപ്പോൾ പരീക്ഷിക്കും. ആ പരീക്ഷണങ്ങളെല്ലാം നമ്മൾ അതിജീവിക്കണം. അപ്പോൾ പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഡെസ്പറേറ്റ് ആവരുത്. കാരണം ഇതൊരു പരീക്ഷണമാണ്, അത് നമ്മൾ തരണം ചെയ്യണം. അപ്പോൾ മനസ്സാന്നിധ്യം വീണ്ടെടുത്ത് ഏത് പരീക്ഷണങ്ങളെയും നമ്മൾ നേരിടാൻ തയ്യാറാവണം. അപ്പോൾ നമ്മൾ പിന്നെ ചെയ്യുന്ന പ്രവൃത്തികളെ പോലെ ഇരിക്കും നമ്മൾ ദീനിനെ മുറുകെ പിടിച്ച് ജീവിച്ചാൽ. അതായത് ദൈവവിശ്വാസം, ഏത് വിശ്വാസിയാവട്ടെ, ഏത് മതക്കാരനാവട്ടെ, ദൈവവിശ്വാസി എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകമായ ഒരു തരമാണ്. കാരണം ഞാൻ ഇന്നലെ ഒരു വീഡിയോ കാണാനുണ്ടായി ഉണ്ണി ബാലകൃഷ്ണൻ്റെ. അപ്പോൾ ഉണ്ണി ബാലകൃഷ്ണനെ എനിക്കിഷ്ടമാണ്, ശ്രീകണ്ഠൻ നായർ ഇഷ്ടമാണ്, പിന്നെ മീഡിയ വൺ ചാനലിനെ എനിക്ക് പ്രത്യേകമായി ഇഷ്ടമാണ്. അത് ജമാഅത്തെ ഇസ്ലാമി നടത്തുന്നു, മറ്റത് നടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് മറ്റൊരു ഈ ബാക്കിയുള്ള ചാനലുകാർ അവരെ കുറ്റം പറയുന്നുണ്ട്, കുറേ സംഘികളും കൃസംഘികളും. എന്തായാലും ശരി, കേരളത്തിലെ പച്ചയായ പരമാർത്ഥം, പച്ചയായ സത്യം നമുക്കറിയണമെങ്കിൽ മീഡിയ വൺ തന്നെ നമുക്ക് കാണും. ആരെയും ചായവില്ല, സത്യം സത്യം പോലെ പറയും. മോഡി തെറ്റ് ചെയ്താലും ശരി, ഇനി വേറെ ആരെങ്കിലും തെറ്റ് ചെയ്താലും, ട്രംപ് ചെയ്താലും, ഇസ്രായേൽ ചെയ്താലും, ഇറാൻ ചെയ്താലും, തെറ്റിനെ തെറ്റായിട്ട് തന്നെ പറയണം. കാരണം അതാണ് മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്, സത്യസന്ധമായ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്. ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചുകൊണ്ട് അവർക്ക് സ്തുതിപാഠകരായുള്ള കൂടുതലും ചാനലുകളാണ് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഉള്ളത്. മോഡിയെ സ്തുതിക്കുന്ന ഒരു കാരണമില്ലാതെയാണ് മോഡിയെ സ്തുതിക്കുന്നത്. എന്ത് കണ്ടിട്ടാണ് മോഡിയെ സ്തുതിക്കുന്നത് എനിക്കറിയാം. എന്താണ് ഈ മോഡിയിലുള്ള പിന്നെ അതിലുള്ള പ്രത്യേകത എന്താണ്? അയാൾക്ക് പ്രത്യേകമായ എന്തെങ്കിലും കാണും, ദൈവത്തിൻ്റെ അവതാരമാണെന്ന് പറയും, ഏതെല്ലാം തരത്തിലാണ്. അതായത് മനുഷ്യരെ ഭിന്നിപ്പിക്കുന്നവരാ, സമുദായങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്നവരാ. അങ്ങനെ അവർക്ക് ഒരു സംതൃപ്തി കിട്ടും. അങ്ങനെ ഒരു സാഡിസ്റ്റ് ചിന്താഗതിയുള്ള ആൾക്കാരാണ് ചില നേതാക്കന്മാർ. അധികാരത്തിന് വേണ്ടി, അതായത് ഡിവൈഡൻഡ് റൂൾ എന്നുള്ളത് പണ്ട് ഇംഗ്ലീഷുകാരുടെ ഇതായിരുന്നു. അത് നമ്മുടെ ഇന്ത്യയിൽ അവർ നടപ്പാക്കി. അങ്ങനെ നമ്മുടെ 16 ലക്ഷം ഇന്ത്യക്കാരെ അവർ കൊന്നിട്ടുണ്ട്. അതിനൊന്നും ആരും ഇന്ന് വരെ പിന്നെ സമാധാനം ചോദിച്ചിട്ടില്ല ഇംഗ്ലണ്ടിന്. അതൊക്കെ ചോദിക്കേണ്ടതാണ്. എന്തായാലും ശരി, അതുപോലെ തന്നെയാണ് മോഡി. ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിച്ച് ഭരിക്കുക, ഭരണം നിലനിർത്തുക. അതിനുവേണ്ടി എന്ത് ചെറ്റത്തരവും കാണിക്കുന്നവരാണ് ഈ RSS സംഘപരിവാർ സഖ്യം. സോറി, നമ്മൾ പറഞ്ഞു വന്നത് നല്ലൊരു കാര്യം പറഞ്ഞു വന്നിട്ട് അതിൻ്റെ ഇടയിൽ ഈ കാര്യം കയറിപ്പോയി. എന്തായാലും ശരി, നിങ്ങളത് ക്ഷമിക്കണം.
ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഈദ് മുബാറക്. ഹൃദയശുദ്ധിയോടുകൂടി നമ്മൾ എല്ലാവരെയും, ഏത് സമുദായക്കാരായിരുന്നാലും ശരി, അവരെ നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും, മനുഷ്യർക്ക് ഏതായിരുന്നാലും ശരി, നമ്മളെല്ലാം ആദമിന്റെ മക്കളാണ്. യാ ബനി ആദമ, യാ ബനി ഇസ്രായേൽ, ഇങ്ങനെ രണ്ടാണ് പിന്നെ ഖുർആനില് ജനങ്ങളെ സംബോധന ചെയ്തിരിക്കുന്നത്. അല്ലയോ ആദം സന്തതികളെ, അല്ലയോ ഇസ്രായേലിന്റെ മക്കളെ. ഇസ്രായേൽ എന്ന് പറയുന്ന ഇപ്പോ ഈ സംഘികളും ക്രിസംഖികളും ഒക്കെ ഇവിടെ കാട്ടിക്കൂട്ടുന്നുണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമാണെന്ന്. അപ്പൊ ആദ്യം ചരിത്രം പഠിക്കാത്തതിന്റെ കുഴപ്പമാണത്. ഇസ്രായേൽ എന്ന് പറയുന്നത് യാക്കൂബ് നബിയുടെ വേറൊരു പേരാണ്. യാക്കൂബ് നബിയുടെ വേറൊരു പേരാണ് ഇസ്രായേൽ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് യാ ബനി ഇസ്രായേൽ എന്ന് ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ പറഞ്ഞ് വിളിച്ചു പിന്നെ അവരെ അഭിസംബോധന ചെയ്യുന്നുണ്ട് അല്ലാഹു, നമ്മുടെ സൃഷ്ടാവ്. അപ്പോ യാ ബനി ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അല്ലയോ ഇസ്രായേൽ സന്തതികളെ, യാ ബനി ആദം, ആദം സന്തതികളെ, അല്ലയോ ആദം സന്തതികളെ, അങ്ങനെയാണ് സംബോധന ചെയ്യുന്നത്. അപ്പോ ആദമിന്റെ മക്കളാണ് നമ്മൾ. അപ്പൊ ഇസ്രായേൽ സന്തതികൾ എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബിയുടെ സന്തതികളെ എന്നാണ്, അവരുടെ പരമ്പരയാണ് ഈ പിന്നെ മിഡിൽ ഈസ്റ്റിലുള്ളവർ. അപ്പോ എന്തായാലും ശരി, അപ്പോ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം പണ്ടില്ലായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഈ ലോകത്ത് കുഴപ്പമുണ്ടാക്കുന്നതെല്ലാം ഈ പാശ്ചാത്യ ശക്തികളും യഹൂദന്മാരുമാണ്. അതിൽ യാതൊരു സംശയമില്ല. നമ്മൾ എടുത്തു നോക്കണം. പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ഒരു കാരണവുമില്ലാതെയാണ് 170 പിഞ്ചു കുട്ടികളെ കൊന്നത്, പെൺകുട്ടികളെ കൊന്നത്. അപ്പോൾ അങ്ങനെയാണ് അവർ യുദ്ധം തുടങ്ങിയത് തന്നെ. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം. അതായത് ലോകത്തിന് ആപത്താണ് ഈ പാശ്ചാത്യ ശക്തികളും അമേരിക്കയും ഈ യഹൂദന്മാരും എന്ന് പറയുന്നത്. അവർ വെറുക്കപ്പെടേണ്ടവരാണ്. പക്ഷെ വെറുക്കപ്പെടേണ്ടവരായിരുന്നാൽ പോലും അവരുടെ മനസ്സ് നന്നായി വന്ന് അവർ നല്ല രീതിയിൽ വരാൻ, അവര് പിന്നെ നേർവഴിയിലാവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അതിനെ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ. കാര്യം ഈ ഹിന്ദു മതത്തിലായിരുന്നാലും ശരി, ക്രിസ്ത്യൻ മതത്തിലായിരുന്നാലും ശരി, യഹൂദ മതത്തിലായിരുന്നാലും ശരി, ഇസ്ലാം മതത്തിലായിരുന്നാലും ശരി, ബുദ്ധ മതത്തിലായിരുന്നു എങ്ങനെയാണെന്ന് എനിക്ക് കൂടുതലായിട്ട് അറിഞ്ഞുകൂടാ. എന്തായാലും ഈ 4 മതങ്ങളിലും സ്വർഗവും നരകവും ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. അപ്പോ ഹിന്ദു മതത്തിലും പിന്നെ ക്രിസ്ത്യൻ മതത്തിലും യഹൂദ മതത്തിലും ഇസ്ലാം മതത്തിലും സ്വർഗവും നരകവും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഹിന്ദു മതത്തില് ഭഗവത്ഗീതയിൽ അപ്സരസുകളെ പറ്റി പറയുന്നു, ഖുർആനില് ഹൂർലീങ്ങളെ പറ്റി പറയുന്നു. അപ്പോ ഇങ്ങനെ ഒരു സത്യമാണത്. പക്ഷേ ഇവിടെയുള്ള കുറെ ചാനലുകൾക്ക് അത് എന്താണ് എന്ന് പറയുന്നത്, സ്വർഗം എന്ന് പറയുന്നത് എന്താണ്, നരകമെന്ന് പറയുന്നത് എന്താണ്, അതിനെപ്പറ്റി ബോധമില്ല. കാരണം മരണം നിങ്ങൾ കണ്ടിട്ടുണ്ടാകുന്ന ഒരാളുടെ അടുത്ത് ചോദിച്ചാൽ, നിങ്ങൾ മരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ ഒക്കും. നമ്മൾ മരിച്ചാലല്ലേ ഒക്കുള്ളൂ, മരിച്ചതിന് ശേഷം പിന്നെ പറയാൻ ഒക്കില്ലല്ലോ. എന്തായാലും ശരി, അപ്പൊ സ്വർഗമുണ്ട്, നരകമുണ്ട്, ദൈവമുണ്ട്. ഈ ഓരോ സമുദായങ്ങൾക്കും ഓരോ ദൈവങ്ങളില്ല, ആകെ ഒരൊറ്റ ദൈവമേ ഉള്ളൂ. ആ ദൈവം എന്താണെന്ന്, സത്യം എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ജനങ്ങൾ പരിശ്രമിക്കുക. ഏത് മതക്കാരനെ വായിക്കേണ്ട പോട്ട്, എനിക്ക് സംശയമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരുപാട് പേര് ഇപ്പൊ ഇസ്ലാം മതത്തിൽ വരുന്നു. അതായത് 2010 മുതൽ 2026 കാലഘട്ടം, ഈ ഇപ്പോഴത്തെ ഈ വർഷം വരെ നമ്മൾ എടുത്തു നോക്കിയാൽ ഇസ്ലാമിനെ കരുതേച്ച് കാണിക്കാൻ വേണ്ടി, ഇസ്ലാമിനെ ഇകഴ്ത്താൻ വേണ്ടിയും വേണ്ടി പല മാധ്യമങ്ങളും ചാനലുകളും മറ്റതും മറിച്ചതും എല്ലാം കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കാരണം കൊണ്ട് ജനങ്ങൾ ഇസ്ലാമിനെ പറ്റി പഠിക്കുന്നു. അപ്പോഴവർക്ക് തോന്നുകയാണ് ഇസ്ലാമാണ് ശരി എന്ന് തോന്നി അങ്ങനെ ഇസ്ലാമിൽ വരുന്നതാണ്. അല്ലാതെ ആരും ആരെയും നിർബന്ധിച്ച് മതത്തിലേക്ക് മാറ്റുന്നില്ല. നമുക്ക് ഏത് രാജ്യത്തെടുത്ത് നോക്കിയാലും ശരി, ഇസ്ലാം ആരെയും നിർബന്ധിച്ച് മതപരിവർത്തനം ചെയ്യിക്കില്ല. അതിന്റെ ആവശ്യമില്ല, അങ്ങനെ ചെയ്യാനേ പാടില്ല. അതായത് കൂലി കൊടുത്ത്, കൈക്കൂലി കൊടുത്ത്, അല്ലാതെ അവരെ സ്വാധീനിച്ച് അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് മതത്തിലേക്ക് ആളിനെ പരിവേഷം ചെയ്യിക്കാനേ പാടില്ല. അത് യാതൊരു കാരണവശാലും പാടില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഹൃദയശുദ്ധിയുള്ളവരെ അള്ളാഹു, അതായത് ദൈവം തമ്പുരാൻ നേർവഴിയിലാക്കും എന്നാണ് ഖുർആനിൽ പറയുന്നത്. അപ്പൊ ഹൃദയശുദ്ധിയുള്ളവരെ നേർവഴിയിലാക്കും. അപ്പൊ ആര് എങ്ങനെയാണെന്നുള്ളത് അവരവർ ചിന്തിക്കുക, അവരവർ പ്രവർത്തിക്കുക. എന്തായാലും ശരി, ഏത് സമുദായത്തിൽപ്പെട്ടവരായിരുന്നാലും ശരി, നമ്മുടെ അയൽപക്കക്കാരായിരുന്നാലും, ഏത് സമുദായം വായിക്കേണ്ട പോട്ട്, അവർ പട്ടിണിയാണെങ്കിൽ അവർക്ക് ആഹാരം കൊടുക്കാൻ നമ്മൾ മുസ്ലിങ്ങൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രമിക്കണം, പരിശ്രമിക്കണം. ഹൃദയം കൊണ്ട് നമ്മൾ ആരെയും വെറുക്കണ്ട. എല്ലാവരും ഏത് സമയത്താണ് അവർക്ക് പിന്നെ ഹൃദയശുദ്ധി കൊടുക്കുന്നതും അവർ നേരായ മാർഗത്തിൽ വരുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ജനങ്ങളുടെ നന്മയും ജനങ്ങളുടെ ക്ഷേമവും ജനങ്ങളുമായിട്ട് സൗഹൃദത്തിലും സന്തോഷത്തിലും എല്ലാവരും കഴിയണമെന്നും അതിൻ്റെ
ഒരു മുന്നോടിയായിട്ട് എല്ലാവരും പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകണമെന്നും സമൂഹത്തിൽ നിന്ന് വെറുപ്പും വിദ്വേഷവും ഇല്ലാതാക്കണമെന്നും മതസ്പർദ്ധ ഒരു മതത്തിനെ നമ്മൾ ആക്ഷേപിക്കാൻ പോകണ്ട, ഒരു മതത്തിന്റെ നേതാക്കന്മാരെ നമ്മൾ ആക്ഷേപിക്കാൻ പോകണ്ട. അവരെന്തോ പറഞ്ഞുകൊണ്ട് പോട്ടെ. എന്തായാലും ശരി, സ്നേഹവും സന്തോഷവും നന്മയും ജനങ്ങൾക്ക് സത്യവും ധർമ്മവും നീതിയിലും വിശ്വസിച്ച് അങ്ങനെ മുന്നോട്ട് പോകാനുള്ള ഒരു ആഗ്രഹം ജനിക്കട്ടെ എന്നും എല്ലാവരെയും മുസ്ലിങ്ങളായ ഇസ്ലാം സമുദായത്തിൽപ്പെട്ട മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെല്ലാം എല്ലാ സമുദായക്കാരെയും സ്നേഹിക്കണമെന്നും പരസ്പര സ്നേഹവും വിശ്വാസവും അവരിൽ നിന്ന് ആർജിക്കണമെന്നും അനാവശ്യ കാര്യങ്ങളിൽ ബന്ധപ്പെടരുതെന്നും നമ്മൾ എല്ലാ മതങ്ങൾക്കും മതത്തിൽ വിശ്വാസിക്കാത്തവർക്കും എല്ലാം നമ്മൾ മാതൃക കാണിച്ചു കൊടുക്കണം. നമ്മൾ മാതൃകയായിരിക്കണം. ജനങ്ങൾക്ക് മാതൃകയായ ജീവിതം നയിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ഞാൻ എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട്, എല്ലാവർക്കും ഈദ് ആശംസ ഞാൻ അറിയിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.